നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ സുനാമി വീടുകളിൽ വൈദ്യുതി എത്തി. മൂന്നുപീടിക സെന്ററിലെ കുഴി യാത്രക്കാർക്ക് ദുരിതമാവുന്നു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. വലപ്പാട് പഞ്ചായത്തിലെ കഴിമ്പ്രത്ത് സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ച 51 വീടുകളുടെ വൈദ്യുതി ദാന ചടങ്ങ് ഗീതാ ഗോപി MLA നിർവഹിച്ചു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് BB ഷെരീഫ്, പഞ്ചായത്ത് അംഗങ്ങളായ NS ധർമ്മൻ മാസ്റ്റർ, ഷിബ പ്രദീപ് എന്നിവർ സംസാരിച്ചു. വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ യോഗം എത്രയും വേഗം വിളിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാനുള്ള പദ്ധതി ഉടനെ ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ ഫണ്ടിന്റെ വിനിമയം ഉപയോഗിച്ചുകൊണ്ട് 51 വീടുകൾ വലപ്പാട് പഞ്ചായത്താണ് നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീടുകൾക്കുള്ള ഇലക്ട്രിക്കൽ കണക്ഷനും കുടിവെള്ള സംവിധാനമാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകേണ്ടത്. ഈ അടിസ്ഥാന സൗകര്യത്തിൽ ലൈറ്റ് നമ്മൾ ഇപ്പോൾ എത്തിച്ചു കഴിഞ്ഞു. സർക്കാരിൻ്റെ രാജീവ് ഗാന്ധി യോജന പദ്ധതി പ്രകാരം സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ന് നമ്മളിത് ഇവർക്ക് നൽകിക്കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്ത ഘട്ടം തന്നെ ഈ ഒരു ആഴ്ചയുടെ ഉള്ളിൽ തന്നെ കളക്ടറെ വിളിച്ച് ബോധ്യപ്പെടുത്തുകയും കുടിവെള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഈ കുടുംബങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അത് തീർച്ചയായിട്ടും ഒരാഴ്ചയുടെ ഉള്ളിൽ ആ സംവിധാനം ഈ വീടുകൾക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും ഇതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇന്നു മുതൽ നമ്മുടെ ഉപഭോക്താക്കൾ മെഴുകുതിരി അവസാനിപ്പിച്ചുകൊണ്ട് വെളിച്ചം കണ്ടുകൊണ്ട് ഇന്ന് നമ്മുടെ സുനാമി കുടുംബങ്ങൾ അന്തിയുറങ്ങും. കയ്പമംഗലത്ത് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതായി പരാതി. ചെളിങ്ങാട് സ്വദേശിനിയായ 10ാം ക്ലാസ്സുകാരിയെയാണ് പീഡിപ്പിച്ചതായി പരാതിയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂരിക്കുഴി സ്വദേശികളായ 2 യുവാക്കളെ കൊടുങ്ങല്ലൂർ CI KM ദേവസ്യ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെയാണ് പലയിടങ്ങളിൽ കൊണ്ടുപോയി പെൺകുട്ടിയെ പലരും പീഡിപ്പിച്ചത്. IGB സന്ധ്യക്ക് ബന്ധുക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ CI ആണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. കാരാപ്പുള്ളി ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ആഗസ്റ്റ് 7 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കയ്പമംഗലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 5-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, രാവിലെ 8:30-ന് ഗജപൂജ, 9-ന് ആനയൂട്ട്, തുടർന്ന് പ്രസാദക്കഞ്ഞി വിതരണം എന്നിവ നടക്കും. രാവിലെ മഹാഗണപതി ഹോമം, 9 മണിക്ക് ഗജപൂജ, 10 മണിക്ക് ആനയൂട്ട് ആരംഭിക്കും. അതുപോലെ തന്നെ വിവിധ പച്ചമരുന്നുകൾ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല, നാടൻ, അത് നമ്മൾ പറിച്ചെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് എല്ലാ ഔഷധങ്ങളും ചേർത്തിട്ടുള്ള വിധിയാമെന്നുള്ള ഔഷധക്കഞ്ഞി, അത് 10 മണിക്ക് 10:30 ഔഷധക്കഞ്ഞി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്താൽ കൂടുതൽ നമ്മൾ പ്രാവശ്യം ഔഷധക്കഞ്ഞി കരുതുന്നുണ്ട്. നവരാത്രിക്ക്, അടുത്ത നവരാത്രിയിൽ ഞങ്ങൾ നമ്മളിതിൽ ഈ കുട്ടികൾക്ക് ക്യാഷ് അവാർഡിൻ്റെ ഒരു നിശ്ചയിച്ചിട്ടുണ്ട്. അടുത്തുള്ള സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക്, അത് 4, 10, +1, +2, അതും ഞങ്ങൾ ഇത് പുതിയതായിട്ട് കോമ്പലത്തിൽ ചെയ്യാറുള്ളതാണ്. എല്ലാ സഹായങ്ങളും പുറത്തുള്ള നാട്ടുകാർ നമുക്ക് സഹായങ്ങൾ ചെയ്യും. ക്ഷേത്രം രക്ഷാധികാരി KK പ്രതാപൻ, E രാജീവ്, TC മിഥുൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാലമ്പല തീർത്ഥാടനത്തിന് ഭക്തജന സൗകര്യത്തിനായി KSRTC ബസ് സർവീസ് തൃപ്രയാറിൽ നിന്നും ബുധനാഴ്ച മുതൽ സർവീസ് ആരംഭിച്ചു. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേനറയിൽ നിന്നും വാഹനപൂജ നടത്തിയാണ് ആദ്യത്തെ ട്രിപ്പ് ആരംഭിച്ചത്. സർവീസിന്റെ ഉദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. ബന്ധപ്പെട്ടവരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇതിനൊരു സംവിധാനം നടത്തണമെന്നും സംവിധാനവുമായി ബന്ധപ്പെടുത്തി ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് അതിനുള്ള നടപടികൾ ഉടനെ അംഗീകരിച്ചു തരികയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഇപ്പോഴും ഭക്തർ വളരെയധികം കൂടി വരികയാണ്. ഏകദേശം 12 മണിയോടുകൂടി നല്ലൊരു ക്യൂ തന്നെ നമ്മുടെ റോഡിലെയും മറ്റു ക്ഷേത്ര പരിസരത്തും വന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഭക്തർക്ക് ഇപ്പോൾ നമുക്ക് ഒരു KSRTC സർവീസാണ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും വരും വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ ബഹുമാനപ്പെട്ട സർക്കാരിനോട് ആവശ്യപ്പെടാം. അതോടൊപ്പം തന്നെ ഇത് കൃത്യമായിട്ട് നിർവഹിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കും എന്നുള്ള കാഴ്ചപ്പാട് കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് VR വിജയൻ അധ്യക്ഷനായി.
ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് എം സ്വർണലത, സെക്രട്ടറി വി.ആർ. പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ഈ ദിവസമാണ് ഈ ബാക്കിയുള്ളത്. അപ്പോൾ ഈ നാട്ടിൽ ഈ ഇത്രയും ജനത്തിരക്കുള്ള ഒരു സമയം ഇതിന് മുൻപുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഞായറാഴ്ച കൊട്ടമ്പില്ല് വരെ നമ്മുടെ ഈ ഭക്തരുടെ ക്യൂ നീണ്ടു. അങ്ങനെ ഭക്തർക്ക് വരാനുള്ള ഒരു സൗകര്യം എപ്പോഴാണ് നിന്ന് ആരംഭിക്കുന്ന KSRTC എന്തായാലും ഇതിനോട് ഭക്തർ വളരെയധികം എത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ദേവസ്വം മാനേജർ MS കാശി വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. ദിവസവും രാവിലെ 8:30 തൃപ്പുരാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും ആരംഭിച്ച് ഇരിഞ്ഞാലക്കുട, കൂടൽമാണിക്യം, മൂഴിക്കുളം, പായമ്മൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി തിരികെ 2 മണിക്ക് തൃപ്പുരാർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. മകനും പലിശ ഇടപാടുകാരുമായ കൂട്ടാളികളും ചേർന്ന് സ്വത്ത് തട്ടിയെടുത്തതായി ബദിരയും മൂകയുമായ അമ്മയുടെ പരാതി. പെരിഞ്ഞനത്ത് കോഴിപ്പറമ്പിൽ പരേതനായ സജീവന്റെ ഭാര്യ മനോമണിയാണ് ഇളയ മകൻ സജിത്തിനോടൊപ്പം എത്തി വാർത്താ സമ്മേളനത്തിൽ പരാതി ഉന്നയിച്ചത്. മൂത്തമകൻ മനോജും കൂട്ടാളികളും 3 പീടികയിലെ സ്വകാര്യ പണമിടപാടുകാരുമായ നാരായണൻ, വാമനൻ, ഷാജി, സുബ്രഹ്മണ്യൻ, അഴീക്കോട് സ്വദേശി ഷാജി എന്നിവർ ചേർന്ന് 30 ലക്ഷത്തോളം മതിപ്പ് വിലയുള്ള 13 സെന്റ് സ്ഥലവും വീടും തട്ടിയെടുത്തെന്നാണ് പരാതി. ഇത് സംബന്ധമായി ഇരിഞ്ഞാലക്കുട DYSP, തൃശൂർ വനിതാ പോലീസിൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, മതിലകം SI എന്നിവർക്ക് പരാതി നൽകിയതായും ഇവർ അറിയിച്ചു. മുല്ലപ്പറമ്പത്ത് ഷാജി, ഈ പ്രണവം ഫൈനാൻസ് ഉടമ കോഴിപ്പറമ്പിൽ നാരായണനും ഫോണിൽ വിളിച്ചിട്ട് വീട് ഞങ്ങളുടേതാണ്, വാടക കരാറുകളുടെ കാര്യം ചേട്ടൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, ഇറങ്ങേണ്ടതെന്നാന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ. അപ്പോഴാണ് ഞാനിത് അറിയുന്നത്. അപ്പം ഞാൻ അത് നേരിട്ട് ഇരിഞ്ഞാലക്കുട മീനാക്ഷി തമ്പാൻ്റെ അടുത്ത് പോയിട്ട് പരാതി കൊടുത്തു. വനിതാ കമ്മീഷൻ മുഖാന്തരം വനിതാ കമ്മീഷനിലേക്ക് പരാതി കൊടുത്തു. ഇരിഞ്ഞാലക്കുട കാത്തനിച്ചിറ DYSPക്ക് പരാതി കൊടുത്തു. തൃശ്ശൂർ വനിതാ സെൽ CIക്ക് പരാതി കൊടുത്തു. മതിലകം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതിയായിട്ട് ചെന്നപ്പോൾ പറഞ്ഞു, ഈ പരാതി ഇങ്ങനെയല്ല പരാതി കണ്ടത്, ഇത് എന്തൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ വെച്ച് വേറൊരു പരാതി ഞങ്ങൾ എഴുതി കൊടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം SI സാറ് എല്ലാവരെയും അവിടെ വിളിപ്പിച്ചിരുന്നു, ഞങ്ങളെയും അവരെയൊക്കെ വിളിപ്പിച്ചിരുന്നു. SI സാർ ഒരു മധ്യസ്ഥ തീരുമാനം എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും അവരെടുത്ത് തരും, ഇവരെടുത്ത് തരാമെന്നും അതുവരെ ഈ വീട്ടിൽ നിന്ന് ഇവരിറങ്ങാതെന്നും ഉള്ളൊരു മധ്യസ്ഥ തീരുമാനത്തിലെത്തി. പൈസ കൊടുക്കാനുള്ളത് മനോജാണ്. ഇതിൻ്റെ പേരിലുള്ള 10 സെന്റ് 13 സെന്റ് സ്ഥലവും ഒരു വീടുമാണ്. അത് അതിൻ്റെ അമ്മയുടെ അവകാശവും പിന്നെ അതിൻ്റെ ഭർത്താവിന് ഉണ്ടായിട്ടുള്ള സ്ഥലമൊക്കെ വിളിച്ചിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആയ വീടും ആ സ്ഥലവും എൻ്റെ ഇടയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെറുട് കേൾക്കാനും സംസാരിക്കാനും കഴിയില്ല. അവർക്ക് തിരിച്ചു കൂട്ടാളികളുമായി പണമിടപാട് നടത്തിയ മകൻ മനോജ് ഇവർക്ക് 14 ലക്ഷത്തോളം രൂപ നൽകാനുണ്ടെന്ന് പറയുന്നു. കടം വീട്ടുന്നതിന് വസ്തു ബാങ്കിൽ പണയം വെക്കാനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിരക്ഷരയായ അമ്മയെ കൊണ്ട് ഒപ്പുവെപ്പിച്ച് ആധാരം തീരെഴുതി നൽകുകയായിരുന്നു. തുടർന്ന് വീടൊഴിയണമെന്ന് പറഞ്ഞ് പണമിടപാടുകാർ ഫോണിലും നേരിട്ടും ഭീഷണി മുഴക്കി തുടങ്ങി. ഇതോടെയാണ് ഇവർ പരാതിയുമായി അധികൃതരെ സമീപിച്ചത്. പ്രശ്നങ്ങളെ തുടർന്ന് മകൻ വീട്ടിൽ നിന്ന് അകന്നു കഴിയുകയാണെന്നും അമ്മ പരിതപിച്ചു. പണമിടപാടുകാർക്ക് മനോജ് പണം നൽകാനുണ്ടെങ്കിൽ വീടിനോട് ചേർന്ന് ഇയാളുടെ പേരിലുള്ള ഭൂമി ഏറ്റെടുത്ത് പ്രശ്നം പരിഹരിക്കണമെന്നും അധികൃതർക്കുള്ള പരാതിയിൽ ഇവർ ചൂണ്ടിക്കാട്ടി. ചന്ദ്രാപിന്നി ഈസ്റ്റ് PMM UP സ്കൂളിൽ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ AK ജമാൽ നിർവഹിച്ചു. പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ സ്ഥിരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒന്നാണ് ഹെൽപ്പ് ഡെസ്ക്. സ്കൂൾ തലത്തിൽ മാത്രമല്ല, ഇതിന് മുകളിലോട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളിലും ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഔപചാരികമായ സംസ്ഥാനതല ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഉദ്ഘാടനം നമ്മളൊക്കെ പത്രങ്ങളിലൂടെയും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇതിൽ നമ്മുടെ കുട്ടികൾക്ക് വീട്ടിലുണ്ടാവുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ രക്ഷിതാക്കളിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മുടെ സഹയാത്രിയിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങൾ, നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരിൽ നിന്നും അധ്യാപകന്മാരിൽ നിന്നും ഉണ്ടാവുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ നിങ്ങൾ വളരെ രഹസ്യമായി ഈ ഹെൽപ്പ് ഡെസ്കിൽ നിക്ഷേപിക്കാവുന്നതാണ്. PTA പ്രസിഡന്റ് KK ഹരിദാസ് അധ്യക്ഷനായിരുന്നു.
ഹെഡ് മിസ്ട്രസ് NC ബീന, VK രമ, KP പൗർണമി, MV അൽഫോൺസ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ കുട്ടികളിൽ നിന്ന് മാനസിക സമ്മർദ്ദം വളരെയധികം അനുഭവിക്കുന്ന കുട്ടികളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരു കുട്ടി മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനു പുറകിൽ അവന്റേതല്ലാത്തൊരു കാരണമുണ്ടായിരിക്കും. സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിലുള്ള സാമൂഹ്യ വനവൽക്കരണ വകുപ്പ് ആഘോഷപൂർവ്വം നടപ്പാക്കിയ ഹരിത തീരം പദ്ധതി ഭീഷണിയിൽ. കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും കടലിൽ ചേരുന്ന അറപ്പത്തോടുകൾ ദിശ മാറി ഒഴുകുന്നതാണ് പദ്ധതിക്ക് ഭീഷണിയായിരിക്കുന്നത്. മഴ കനക്കുന്നതോടെയാണ് അറപ്പത്തോടുകൾ ദിശ മാറുന്നത്. കഴിഞ്ഞ ദിവസം ചാമക്കാല കമ്പനിക്കടവ് ബീച്ചിന് സമീപം അറപ്പത്തോട് ഗതിമാറി 1/4 കിലോമീറ്ററോളം തീരമിടിഞ്ഞു. നൂറുകണക്കിന് കാറ്റാടി മരങ്ങളാണ് തീരമിടിഞ്ഞതോടെ ഒഴുകിപ്പോയത്. കഴിഞ്ഞ വർഷം കമ്പനിക്കടവിൽ 1/2 കിലോമീറ്ററിലധികം കരയിടിഞ്ഞ് ഹരിത തീരം നാശോന്മുഖമായിരുന്നു. 8 ലക്ഷം രൂപയുടെ കരിങ്കൽ ഭിത്തിയാണ് ഇവിടെ പ്രശ്നം പരിഹരിച്ചത്. എന്നാൽ കമ്പനിക്കടവിന് വടക്ക് ചാമക്കാല ഭാഗത്ത് ചേരുന്ന അറപ്പത്തോട് ഹരിത തീരത്തിന് ഭീഷണിയായി തുടരുകയാണ്. ഇനിയൊരു ഇടവേള.